നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല പക്ക കോമ്പിനേഷൻ ആണിത്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഗ്രേവിക്കൊക്കെ കിട്ടുന്നത് പോലെ ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർക്കുന്നുണ്ട്. തൈര് 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിലേക്കൊക്കെ ഈ മസാല തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് 2-3 വറ്റൽ മുളകും 1 പിടി കാഷ്യൂ നട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് അരിഞ്ഞു ചേർക്കാം. പിന്നീട് ഒരു തക്കാളിയുടെ പകുതി കൂടെ ഇതിലേക്ക് അരിഞ്ഞു ചേർക്കാം. ഇത് വലിയ തക്കാളി ആയത് കൊണ്ടിട്ടാണ് ഞാൻ പകുതി എടുത്തത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ച ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 മണിക്കൂറിനടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും ചിക്കൻ മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലെ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. ഒരു 3 വലിയ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള ഒന്ന് നന്നായി വഴന്ന് വരണം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റും കൂടെ ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചേർത്തത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ചേർക്കണേ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് 3ഉം കൂടെ ചേർത്തിട്ട് തേച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ഓയിലിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എഗ്ഗൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്ത എഗ്ഗ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടെ തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ ഗ്രേവി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.